ദൈവത്തിന് സ്തുതി. പരിശുദ്ധ പത്രീസ് ബാവായുടെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന ബെയ്റൂട്ടിലെ ആർച്ച് ബിഷപ്പ് യുവർ എമിനൻസ് ക്ലിമീസ് ഡാനിയൽ, അതുപോലെ തന്നെ ഹോംസ് ഡയസിസിൻ്റെ ആർച്ച് ബിഷപ്പ് യുവർ എമിനൻസ് മാത്ത അൽഖൂറി, അലപ്പോ ഡയസിസിൻ്റെ ആർച്ച് ബിഷപ്പ് യുവർ എമിനൻസ് പൗലോസ്, എൻ്റെ സഹോദര മെത്രാപ്പൊലിത്തന്മാരോടൊപ്പം ഈ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായും അനുഗ്രഹിക്കുന്ന കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിമന്യ മാത്യൂസ് മോർ ഇവാനിയോസ് തിരുമേനി, സഹോദര സഭയിലെ അഭിമന്യരായ പിതാക്കന്മാരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ വന്ന സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ വചസ്സുകൊണ്ടും ഈ കുടിവരവിനെ ധന്യമാക്കിയ കേരളത്തിൻ്റെ നിയമ മന്ത്രി ശ്രീ പി രാജീവ്, നമ്മുടെ MP ആദരണീയനായ ബെന്നി ബഹനാൻ, നമ്മുടെ MLA ആദരണീയനായ ശ്രീനിജൻ, ജനപ്രതിനിധികളെ, ഈ സഭയുടെ അനുഗ്രഹീത ഭാരവാഹിത്വം വഹിക്കുന്ന അനുഗ്രഹീതരായ ശ്രീ തമ്പു ജോർജ് തുകലൻ, ശ്രീ ജേക്കബ് സി മാത്യു, സഭയുടെ വൈദിക ട്രസ്റ്റി വന്യ റോയ് ജോർജ് കട്ടറ അച്ഛൻ, വന്യ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, റംബാച്ചന്മാരെ, വിട്ടുപോയി ക്ഷമിക്കണം, പരിശുദ്ധ പത്രീസ് ബാവയുടെ മലങ്കര അഫയേഴ്സിൻ്റെ സെക്രട്ടറി മർക്കോസ് മോർ ക്രിസ്റ്റഫോറോസ് തിരുമേനി, റംബാച്ചന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ചമാച്ചന്മാരെ, മാധ്യമ പ്രവർത്തകരെ, അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ശ്രീ സി രവിശങ്കരൻ്റെ പ്രത്യേക പ്രതിനിധി പ്രിയപ്പെട്ട ജയൻ മാഷ്, അതുപോലെ തന്നെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, സഭയിലെ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ, സഭയിലെ വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികൾ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, എല്ലാറ്റിലും ഉപരിയായി ഈ അനുഗ്രഹീത കൂടിവരവിനെ ധന്യമാക്കി തീർത്ത മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നിന്ന് ഒത്തിരി ത്യാഗം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ജനമേ, വാത്സല്യ ദൈവമക്കളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അഭിവന്ദനായ തേപ്പലോസ് തിരുമേനി ഓർമ്മപ്പെടുത്തി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രിൻ്റ് മീഡിയയും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളും പരിശുദ്ധ സഭയെ എത്രമാത്രം മഹത്വപ്പെടുത്തുവാൻ, സഭയുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ അവർ സഹായിച്ചു എന്നുള്ള നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. എനിക്ക് എന്ത് പറയണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ 1.5 മണിക്കൂർ വൈകിയാണ് ഈ യോഗം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ വളരെ വേഗം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. 1912 സഭയിൽ വിഭജനമുണ്ടാകുമ്പോൾ മുളന്തുരുത്തിയിൽ നിന്നുമുള്ള ഒരു മെത്രാപ്പൊലിത്തയാണ് കൊച്ചുപറമ്പിൽ കുറിലോസ് തിരുമേനി മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലിത്തയായി പരിശുദ്ധ സഭ തിരഞ്ഞെടുത്തത്. അദ്ദേഹം പിന്നീട് പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനുശേഷം ആലുവയിലെ വലിയ തിരുമേനി, ആ വലിയ തിരുമേനിയുടെ മധ്യസ്ഥതയിലാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. വാർദ്ധക്യത്തിൽ കണ്ണ് കാണാൻ വയ്യാതെ വലിയ പ്രതിസന്ധികളിലൂടെ സഭയെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ബലമായി കൂടെ ഉണ്ടായിരുന്നത്: പിതാക്കന്മാരിലൂടെ കൈമാറിത്തന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുക. വാർദ്ധക്യത്തിലും അന്ധതയിലും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തെ ചേർത്ത് നിർത്തി എത്രയോ വർഷമാണ് വ്യവഹാരലിപ്തമായ വ്യവഹാരം കൊണ്ട് എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കപ്പെട്ട സഭാന്തരീക്ഷത്തിൽ സഭയെ പരിശുദ്ധ പിതാവ് ഈ സത്യവിശ്വാസം സംരക്ഷിച്ച് മുൻപോട്ട് നയിച്ചത്. അതിന് പിന്നാലെ ഓർത്ത് വരുമ്പോൾ പരിശുദ്ധനും പുണ്യശ്ലോകനുമായ ശ്രേഷ്ഠ ബാസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവയാണ് ഓർക്കുന്നത്. ഈ പരിശുദ്ധ സഭ ഇല്ലാതായി പോകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി പരിശുദ്ധ സഭയെ
പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറപ്പിച്ച് നിർത്തിയത് പെരുമ്പള്ളി തിരുമേനിയും ദിവനാസ്യോസ് തിരുമേനിയുമാണ്. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി 1974 ബലഹീനനായ എനിക്ക് കൊറിയോ പട്ടം തരുമ്പോൾ അന്ന് ദിവനാസ്യോസ് തിരുമേനിയും ഒപ്പമുണ്ടായിരുന്നു. അനേകം ആളുകൾ അന്ന് പട്ടമേറ്റു. അന്ന് പട്ടം കൂടെ എല്ലാം കഴിഞ്ഞപ്പോൾ പെരുമ്പള്ളി തിരുമേനിക്ക് അരികെ ഇരിക്കുന്ന ദിവനാസ്യോസ് തിരുമേനി എന്നെ വിളിച്ച് മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, തിരുമേനിക്ക് എവിടെ നിന്നാണ് ഈ നയാ പൈസയെ കിട്ടിയത് എന്ന്. അപ്പോൾ പെരുമ്പള്ളി തിരുമേനി നർമ്മത്തിൽ കലർത്തി പറഞ്ഞു, എനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് തിരുമേനി കൂട്ടിച്ചേർത്തു, ഈ കൊച്ചു ശമാശൻ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കുടുംബത്തിൽ പിറന്നതാണ് എന്ന് പറയുകയുണ്ടായി. അന്ന് എൻ്റെ മേൽ ഒരു കണ്ണ് പെരുമ്പള്ളി തിരുമേനിക്കുണ്ടായതുപോലെ തന്നെ പുണ്യശ്ലോകനും ശ്രേഷ്ഠനുമായ കർത്തൃസന്നിധിയിലേക്ക് യാത്രയായ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്ന തോമസ് പ്രഥമൻ ബാവ തിരുമേനിക്കുണ്ടായിരുന്നു എന്നുള്ളത് യാദൃച്ഛികം. നിശ്ചയമായിട്ടും 74 തുടങ്ങിയ യാത്ര 2025 വന്ന് നിൽക്കുമ്പോൾ ദൈവം എത്രമാത്രം കരുതി എന്നുള്ളതിൽ ദൈവത്തോട് മാത്രം നന്ദി. എല്ലാം ദൈവം തന്നതാണ്. ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കഴിവുകൾ, എൻ്റെ പരിമിതികൾ ഇതെല്ലാം എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകും എന്നുള്ള ദിവ്യ പ്രബോധനം എന്നെ യഥാർത്ഥത്തിൽ മുൻപോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഈ സഭയിൽ ശ്രേഷ്ഠപിതാവായ പുണ്യശ്ലോകനായ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ പിൻഗാമിയായി ഈ സഭയെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹം ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഈ പരിശുദ്ധ സഭയിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കണമെന്നുള്ളത് ബാവായുടെ ആഗ്രഹവും കൂടിയായിരുന്നു. ഈ പരിശുദ്ധ സഭയിലെ അസോസിയേഷനോടും ഈ പരിശുദ്ധ സഭയിലെ മാനേജിംഗ് കമ്മിറ്റിയോടും ഈ പരിശുദ്ധ സഭയിലെ വർക്കിംഗ് കമ്മിറ്റിയോടും ഈ പരിശുദ്ധ സഭയിലെ ആയിരക്കണക്കിന് വരുന്ന അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അജപാലന ദൗത്യ നിർവഹണം നല്ല ഇടയന് ചേർന്ന രീതിയിൽ നിർവഹിക്കുവാനുള്ള ആത്മനിറവും ചൈതന്യവും പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല, എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, എൻ്റെ സഭയാണ്. 1995 സുപ്രീം കോടതി വിധിക്ക് ശേഷമുണ്ടായ സംഭവബഹുലമായ ഒരു സഭാ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒത്തിരി അധിക്ഷേപിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ എന്നെ കൂടുതൽ ബലപ്പെടുത്തി എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം ഈ സഭയുടെ മുന്നിൽ ഇപ്പോൾ വിനയാന്വിതനായി നിൽക്കുകയാണ്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി, ചാത്തുര്യത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി പരിശുദ്ധ സിംഹാസനത്തിൽ എഴുതി കൊടുത്ത ഉടമ്പടിയിൽ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നത്. ഞാൻ എന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനെതിരെ സംസാരിക്കുന്നു, അന്ന് പൗരോഹിത്യത്തിൻ്റെ അംശവസ്ത്രം എന്നിൽ നിന്നും സ്വയമേ ഉരിയപ്പെട്ടതായിരിക്കും എന്ന് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി എഴുതി വെച്ചിട്ടുണ്ട്. ആ ഉടമ്പടി തന്നെയാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മുമ്പാകെ ലെബനോനിൽ പരിശുദ്ധ സഭയുടെ 123ാമത് പത്രിയർക്കീസായ അഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സപ്രയം രണ്ടാമൻ ബാവ തിരുമേനിയുടെ മുൻപാകെ പരിശുദ്ധ എവങ്കേലിയോൻ്റെയും ത്രോണോസിൻ്റെയും ശ്ലീബായുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞിട്ടുള്ളത്. സഭ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 2017 ശേഷമുള്ള സഭ അനുഭവിച്ച വലിയ തിക്തമായ അനുഭവം, നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭയ്ക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. ഈ സമയത്ത് പ്രത്യേകമായി നമുക്ക് നഷ്ടപ്പെട്ട പള്ളികളെക്കുറിച്ചുള്ള വേദനയാണ് ഹൃദയത്തിൽ വിങ്ങി നിൽക്കുന്നത് എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു എല്ലാവരോടും. യഥാർത്ഥത്തിൽ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിലത് ബോധ്യപ്പെടുത്തുവാൻ നിരന്തരമായ പരിശ്രമങ്ങൾ എല്ലാ സമയത്തും നടത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ അടുത്ത കാലത്തെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എടുത്ത ചില നിലപാടുകളും ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റും അതുപോലെ തന്നെ
ബഹുമാനപ്പെട്ട കോടതി ഈ സഭയുടെ ഒരു ആരാധനാ ആലയങ്ങൾ ഒരു വിഭാഗത്തെ അടിച്ചിറക്കി ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തെ പുറത്താക്കിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തിന് ഒരു മൈനോറിറ്റി കൈമാറുന്ന രീതികളൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നിശ്ചയിച്ച ലോയറും അതുപോലെ തന്നെ സഭയുടെ സീനിയർ ലോയേഴ്സിനുമൊക്കെ കോടതിയെ ഒരു പരിധിവരെയെങ്കിലും ബോധ്യപ്പെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യത്തിൽ നല്ല ഉറപ്പും നിശ്ചയവുമുണ്ട്. ഇത് ദൈവം നിലനിർത്തുന്ന സഭയാണ്, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അതുകൊണ്ട് തന്നെ ആരെല്ലാം ഈ സഭയെ ഇകഴ്ത്തുവാൻ ശ്രമിച്ചാലും, ആരെല്ലാം ഈ സഭയ്ക്കെതിരെ ദോഷം പറഞ്ഞാലും, ഈ സഭയെ ഉയർത്തുന്നതും നിലനിർത്തുന്നതും ദൈവമാണ് എന്നുള്ളതായ ബോധ്യത്തിൽ പരിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ പണിയപ്പെടുമെന്ന് പറഞ്ഞ സഭയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഈ പരിശുദ്ധ സഭ കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ട് മുന്നേറുമെന്നുള്ളതിന് നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെശിഹായാകുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ, അതുകൊണ്ട് തന്നെ സഭ എപ്പോഴും കർത്താവിൻ്റെ ദീപ്തമായ സുവിശേഷം സ്വാംശീകരിച്ചുകൊണ്ട് കർത്താവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള സഭാ ശുശ്രൂഷകൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുവാൻ, സ്നേഹത്തിൻ്റെ പ്രവാചകനായി സ്നേഹത്തിൻ്റെ മനുഷ്യരൂപമായി മാറുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരോടും വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല. ഒരു നല്ല ക്രിസ്ത്യാനിക്ക് മാത്രമേ നല്ല മനുഷ്യനാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മതബഹുലതയുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ടവരെയും സ്നേഹിക്കുവാനും എല്ലാ മതത്തിൽപ്പെട്ടവരെയും അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയണം. ഭാരതീയൻ എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ഒരുപോലെ അഭിമാനം കൊള്ളേണ്ടുന്നവരാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസം അത് ശ്രേഷ്ഠമെന്ന് കരുതി ഞാൻ വിശ്വാസത്തിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ഒരു സംസ്കൃതിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ചേരുന്ന വിധത്തിൽ, ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന രീതിയിൽ മതേതരത്വത്തിൻ്റെയും മതബഹുലതയുടെയും ടോളറൻസിൻ്റെയും വഴികളിലൂടെ ഈ മഹാരാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആ ഭാരതത്തിൻ്റെ സംസ്കൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പരിശുദ്ധ സഭയ്ക്കും ഈ ഭാരതത്തിൽ ലോകത്ത് മുഴുവനും ആ സാക്ഷ്യം നിറവേറ്റുവാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാത്മാഗാന്ധിജി പറയുകയുണ്ടായല്ലോ, ഞാൻ യേശു ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ബൈബിൾ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ക്രിസ്ത്യാനികൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുകയുണ്ടായി. ക്രൈസ്തവർ ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരോടും ശത്രുതയില്ല. ശത്രുതയോടുകൂടി സംസാരിക്കുമ്പോഴും ദോഷം ചിന്തിക്കുമ്പോഴും ദോഷം ചെയ്യുമ്പോഴും സഭ ഇകഴ്ത്തുമ്പോഴുമെല്ലാം അവരോടൊക്കെ സ്നേഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ള മനസ്സുള്ളവനായിരിക്കണമെന്ന് തന്നെയാണ് ക്രിസ്തു നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നതും. വഴക്കും വിദ്വേഷവും വെറുപ്പും പകയുമൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് ഞാൻ ശീലിച്ചിട്ടുള്ള കാര്യമല്ല. അതിനെന്നെ പ്രാപ്തനാക്കുന്നവൻ ദൈവം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ONV കുറുപ്പ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. കത്തി എരിയണം കണ്ണടയും വരെ തപ്തബാഷ്പം തൂകി നിന്ന് ചിരിക്കണം. അതൊരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ്. മെഴുകുതിരി പോലെ കത്തി എരിയുവാനുള്ള ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമെന്നാണ് ONV കുറുപ്പ് തൻ്റെ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ വഴികളെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം. സഹനത്തിൻ്റെ പാതയിലൂടെ ക്രിസ്തു ഉയർത്തിപ്പിടിച്ചതായ മൂല്യങ്ങൾ സമൂഹ മധ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ, ഇതര സഭകൾ എല്ലാവരും ഈ പ്രയാസ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതിൽ നമുക്ക് അവരോടെല്ലാം വലിയ നന്ദിയാണ്, സ്നേഹമാണ് അവരോടെല്ലാം. അതുപോലെ തന്നെ ഇതര മതങ്ങൾ, എല്ലാ വിശ്വാസത്തിൽപ്പെട്ടവരും, വ്യത്യസ്തമായ മതത്തിലുള്ളവരും മതമില്ലാത്തവരും ഒരുപോലെ ഈ സഭയെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നുള്ളതിൽ ഈ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന് മുമ്പാകെ അവരോടെല്ലാം വലിയ കടപ്പാടും സ്നേഹവും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പ്രിയമുള്ളവരെ, മുന്നോട്ടുള്ള വഴികൾ അത്ര എളുപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായവനാകും എന്നുള്ള അപ്പോസ്തലൻ്റെ ആ അനുഗ്രഹീത പ്രബോധനം ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഗമനം
അനുഗ്രഹകരമായി നിറവേറ്റുവാൻ ഈ പരിശുദ്ധ സഭയിൽ അനുഗ്രഹീതരായ എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തന്മാരും ഈ സഭയിൽ അനുഗ്രഹീതരായ വൈദിക സംഘവും അതുപോലെ തന്നെ ഈ സഭയിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തിൻ്റെയും കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയും സ്നേഹവും കരുതലും ഉള്ളിടത്തോളം കാലം ഈ സഭയെ ആർക്കും ഒരു കാലത്തും ഒരു വിധത്തിലും ഇകഴ്ത്തുവാനോ അതിനെ തകർക്കുവാനോ സാധിക്കുകയില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കണം. കഷ്ടപ്പാടുകളുടെ നടുവിൽ ഇല്ലായ്മകളുടെ നടുവിൽ മൃതശരീരം ആഴ്ചകളോളം സൂക്ഷിക്കപ്പെടേണ്ടുന്നതായ സാഹചര്യങ്ങളുണ്ടായപ്പോഴെല്ലാം മനസ്സിൻ്റെ താളം തെറ്റിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അനുഗ്രഹീത ജനസമൂഹം പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്നിട്ടുള്ളത്. ഒരു 60 പള്ളികളോളം നഷ്ടപ്പെട്ടപ്പോഴും 60 കുടുംബങ്ങൾ പോലും നഷ്ടപ്പെടാത്ത ഒരു പരിശുദ്ധ സഭയെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനുമുള്ള ഭാഗ്യം എനിക്ക് കൈവരുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. ഈ അനുഗ്രഹീത സഭയുടെ അമരത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പത്രിക സഭാവായുടെ അനുഗ്രഹീത നേതൃത്വത്തിന് കീഴിൽ പരിശുദ്ധ പിതാവിൻ്റെ നിഴലായി ഈ പരിശുദ്ധ സഭയെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നിൽ നിന്ന് നയിക്കുവാനുള്ളതായ പ്രചോദനവും ശക്തിയും സ്വർഗത്തിലെ ദൈവം എനിക്ക് സമൃദ്ധമായി ചുരഞ്ഞു തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ പ്രാർത്ഥന, നമ്മുടെ പുണ്യപ്പെട്ട പരിശുദ്ധ പിതാക്കന്മാർ അന്തി ഉറങ്ങുന്നതായ കബറിടങ്ങൾ, അവരുടെ എല്ലാം മധ്യസ്ഥതയും പ്രാർത്ഥനയുമാണ് ഇന്നും ഈ സഭയെ ജീവസുറ്റ സഭയായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതെന്നുള്ളതിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, മനസ്സിലുള്ള ആഗ്രഹം പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും സഭയിൽ സമാധാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയുള്ള സമാധാനം എന്ന് ചോദിച്ചാൽ ഈ സഭയ്ക്ക് വ്യക്തമായ ചില ധാരണകളും ചില തീരുമാനങ്ങളുമുണ്ട്. മറുവിഭാഗവുമായി എന്നും വഴക്കടിച്ച് പോരടിച്ച് കേസ് പറഞ്ഞ് ഒരു സഭയുടെ എല്ലാ നഷ്ടപ്പെടുത്തി കളയുവാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. എത്രയോ നാളുകളായി മാറ്റങ്ങൾ ഉണ്ടാവണ്ടേ? മ്യാൻമറിൽ നടന്ന 7.7% വന്ന റിച്ചർ സ്കെയിലിൽ വന്ന ഭൂകമ്പം നിങ്ങളെല്ലാവരും വിഷ്വൽ മീഡിയയിൽ കണ്ടിരുന്നല്ലോ. എത്ര നിലയിൽ കെട്ടിപ്പൊക്കിയാലും എത്രയെല്ലാം പിടിച്ചെടുത്താലും ഒരു നിമിഷം മതി എല്ലാം തകർന്നടിയുവാൻ. ഇവിടെ അഭിവന്ദരായ പിതാക്കന്മാരിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, സിറിയയിൽ നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ ഒക്കുകയില്ല. 15 ലക്ഷത്തോളം ക്രിസ്ത്യാനികളെ അതിക്രൂരമായി മസാക്ര ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നും അത് തുടരുകയാണ്. IS-ൻ്റെ ആക്രമണത്തിൽ എത്രയോ പിതാക്കന്മാർ, ഞാൻ ഈ സമയത്ത് പ്രത്യേകം ഓർത്തെടുക്കുന്നു, നമ്മുടെ ആലപ്പോയിലെ ആർച്ച് ബിഷപ്പായിരുന്ന യുഹന്നാമോർ ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹത്തെ കൊല ചെയ്തു എന്ന് പോലും ഇന്ന് വരെ ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ കഷ്ടപ്പാടിന് നടുവിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ലോകത്ത് എവിടെ നോക്കിയാലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സ് മാറണം, മനുഷ്യർ മാറണം, ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിജയത്തിൻ്റെയോ പേരിൽ നാം ഒരിക്കലും ആഹ്ലാദിക്കരുത്. വിനയപ്പെടുവാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് ദൈവം ഇറങ്ങി വന്ന് നമ്മിലൂടെ സഭയിലൂടെ പ്രവർത്തിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ സഭയിൽ ശാശ്വതമായ സമാധാനത്തിന് അതിനു വേണ്ടിയുള്ളതായ ആഹ്വാനം ഈ പരിശുദ്ധ സഭയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിശുദ്ധ പത്രിയർക്കീസ് ബാവായുടെ അനുഗ്രഹ ആശിസ്സുകളോടെ ഞാൻ മറുവിഭാഗത്തെ സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി പറയുകയാണ്, നമുക്ക് വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാം, നമുക്ക് സഹോദരങ്ങളെ പോലെ സ്നേഹത്തിൽ സഹവസിക്കാം, നമുക്ക് സഹോദരങ്ങളെ പോലെ പരസ്പരം ആദരിച്ച് മുൻപോട്ട് പോകാം. പരിശുദ്ധ പത്രിയർക്കീസ് ബാവ അതിനെല്ലാം തയ്യാറാണ്. പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിന് കേട് സംഭവിച്ചുകൊണ്ട്, പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിന് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമാധാനമല്ല നമുക്ക് വേണ്ടത്. എന്നാൽ സഹോദരി സഭകളായി നമുക്ക് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന ആഴമുള്ള മുറിവുകൾ, അതിൻ്റെ ആഴം വളരെ വലുതാണ്. സെമിത്തേരി ബില്ല് കൊണ്ടുവന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ ഓർത്തിരിക്കണം. അത്രമേൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിവുകളൊക്കെ ഉണങ്ങുവാനായിട്ട് സമയമെടുത്തും. സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുവാനും സഹവസിക്കുവാനും പരസ്പരം പങ്കുവെക്കുവാനും പരസ്പരം ആരാധിക്കുവാനുമൊക്കെ ഉള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യവഹാരത്തിൽ മരിക്കുന്ന ഒരു സഭയിലെ ഒരു മേൽപ്പട്ടക്കാരനായ ഒരു സഭയുടെ ഒരു അഭിഷിക്തനായോ മരിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. വ്യവഹാരത്തിൽ ജനിച്ച് വ്യവഹാരത്തിൽ ജീവിച്ച് വ്യവഹാരത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയോ വിശ്വാസിയോ ആകാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ശ്രേഷ്ഠപിതാവായ പുണ്യശ്ലോകനായ
ബാബ തിരുമേനി കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 600ഓളം കേസുകളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസുകൾ അനേകമുണ്ട്. എനിക്കെതിരെയുമൊക്കെ ആരൊക്കെയോ കേസുകളൊക്കെ കൊടുത്തതായിട്ട് കേൾക്കുന്നു. ഇതിനു മുമ്പും കേസുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത നാളിലും ഞാൻ പറവം മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയുണ്ടായി. കാഞ്ഞിരമറ്റം പള്ളിയിൽ ഒരു ക്യാൻസർ വന്ന് മരിച്ച ഒരാളുടെ മൃതശരീരത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയതിൻ്റെ പേരിലാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. വലിയ വാർത്തയായൊക്കെ പത്രത്തിലൊക്കെ വരികയുണ്ടായി. അവിടെ പോയി 10 മിനിറ്റ് പോയി ഞാൻ പ്രാർത്ഥിച്ചു വന്നു. ആ പരിശുദ്ധ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് തീക്കെടുത്ത മോർ ഇഗ്നാത്യോസ് നൂറോനുടെ നാമധേയത്തിലാണ്. ആ പരിശുദ്ധ ദേവാലയം മുഴുവൻ ദൈവമക്കളും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ കീഴിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ ദേവാലയങ്ങൾക്ക് സ്ഥാപന ഉദ്ദേശമുണ്ട്. നമ്മുടെ ദേവാലയങ്ങൾക്ക് ഉടമസ്ഥരുണ്ട്. നമ്മുടെ ദേവാലയങ്ങൾക്ക് കൃത്യമായ പൊതുയോഗവും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അതിനോടൊക്കെയുള്ള ആദരവും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് കോടതിയുടെ കണ്ടെത്തലുകളിൽ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സീനിയർ ലോയേഴ്സ് ഗവൺമെൻറ്റിനെ നാം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഇനിയും വ്യവഹാരങ്ങളുടെ ഒരു പെരുമഴ കാലമായിട്ടാണ് നമ്മൾ കാണുന്നത്. കോടികളാണ് വ്യവഹാരത്തിന് വേണ്ടി സഭയ്ക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. നമുക്കിത് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. കേന്ദ്ര ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എത്രയോ മണിക്കൂറുകളാണ് 2 വിഭാഗത്തെയും വിളിച്ച് ചർച്ചയ്ക്കിരുത്തി സംസാരിച്ചിട്ടുള്ളത്. കേരള ഗവൺമെൻറ്റിൻ്റെ ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ, ആദരണീയനായ ചീഫ് മിനിസ്റ്റർ എത്രയോ പ്രാവശ്യമാണ് ഇരുവിഭാഗത്തോടും ചർച്ച നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഓരോ ഗവൺമെൻറ്റുകളും UDF ഗവൺമെൻറ്റും അതുപോലെ തന്നെ LDF ഗവൺമെൻറ്റും എത്രയോ പ്രാവശ്യം ഈ സഭയിലെ കലഹങ്ങളും തർക്കങ്ങളും അവസാനിപ്പിക്കുവാനായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതര ക്രൈസ്തവ സഭാ മേലധ്യക്ഷൻ എത്രയോ പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. VR കൃഷ്ണയ്യർ എത്രയോ പ്രാവശ്യം, ജസ്റ്റിസ് VR കൃഷ്ണ എത്രയോ പ്രാവശ്യം സഭാവിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അന്നൊന്നും തീർന്നിട്ടില്ല. പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കും, ഇനിയും 100 കണക്കിന് വർഷങ്ങൾ കേസ് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല ഇതെന്ന്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരും പറഞ്ഞിരിക്കും. ഇനിയും 200 വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസിൻ്റെ വഴികളിലൂടെ പോവുകയാണോ വേണ്ടത്? അതെയോ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരികെ വരികയാണോ വേണ്ടത്? അതിൽ പറയുന്ന നിയമങ്ങളും അതിൽ പറയുന്ന ന്യായവും നീതിയും പരിരക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത അനുഭവസത്തയോടുകൂടി നമുക്ക് സഹോദരങ്ങളെപ്പോലെ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ദേവലോകത്തെ കത്തോലിക്ക ബാവ, ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കത്തോലിക്ക ബാവ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറാണ്. ആരുമായിട്ടും സംസാരിക്കുവാൻ തയ്യാറാണ്. അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാം. പക്ഷേങ്കിൽ പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിന് കേടുവരാത്ത അത് നിലനിർത്തിക്കൊണ്ടുള്ളതായ സമാധാന സംഭാഷണങ്ങൾക്ക് മാത്രമേ സാധ്യതകളുള്ളൂ എന്ന് മുന്നമേ കൂട്ടി നമ്മൾ പറഞ്ഞു. മുൻവിധിയോടുകൂടിയല്ല ഒന്നും തന്നെ പറയുന്നത്. ഇത് തീരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത് പരിശുദ്ധ സിംഹാസനം ആഗ്രഹിക്കുന്നു. ഈ സഭയിലെ എല്ലാ ദൈവമക്കളും അങ്ങനെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ പിതാവിനോടൊപ്പം ചേർന്ന് നിന്ന്, എൻ്റെ സഹോദരൻ മെത്രാപ്പൊലീത്തന്മാരോടൊപ്പം ചേർന്ന് നിന്ന് അതിൻ്റെ ഗൗരവമേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിന് വിനയത്തോടു കൂടി മറുവിഭാഗത്തെ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ബാബ തിരുമേനിയെയും അവരുടെ മെത്രാപ്പൊലീത്തന്മാരെയും സഭാ ഭാരവാഹികളെയും അവിടുത്തെ സമിതികളോടുമൊക്കെ ഞാൻ ഈ സ്ഥാനമേൽക്കുന്ന സമയത്ത് വളരെ വിനയത്തോടുകൂടി പറയുകയാണ്. എന്നെ അവർ ആദരിക്കുന്നുണ്ടോ, എന്നെ അവർ ബഹുമാനിക്കുന്നുണ്ടോ, എന്നെ അവർ അംഗീകരിക്കുന്നു, അതൊന്നും എനിക്ക് വിഷയമില്ല. എന്നെ സ്വീകരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ നെഞ്ചിലേറ്റുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ സഭയിലുള്ളിടത്തോളം കാലം എനിക്കത് മതി. അതിലാണ് ഞാൻ ഏറ്റവും കൂടുതലായി ആത്മനിറവോടും ചൈതന്യത്തോടും ദൈവാശ്രയത്തോടും കൂടി ഈ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഇടം തേടുവാനായിട്ട് പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബാബ തിരുമേനിക്ക്, തോമസ് പ്രഥമൻ ബാബ തിരുമേനിക്ക് എത്രമാത്രം അത് സാധിച്ചിരുന്നുവോ അത്രയും ഒന്നും സാധിച്ചില്ല എങ്കിൽ കൂടിയും അതിൻ്റെ ഒരംശമെങ്കിലും ഈ ജനഹൃദയങ്ങളിൽ ഇടം തേടി പരിശുദ്ധ സഭയെ മുന്നോട്ട് നയിക്കുവാൻ അത് എത്ര പ്രയാസമുള്ള ഘട്ടത്തിലായാൽ പോലും ഇനി കേസിൻ്റെ വഴിക്ക് പോകണമെന്ന് തന്നെയാണ് നിർബന്ധം. അവസാന തരി മണ്ണ് പോലും വിറ്റിട്ടാണെങ്കിലും ശരി വ്യവഹാരം നടത്തി ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. ഒരു വിട്ടുവീഴ്ചയും അങ്ങനെയുള്ള കാര്യം ഉണ്ടാവുകയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അപേക്ഷയായിട്ട് തന്നെ കരുതിക്കോളൂ. എൻ്റെ അപേക്ഷ
നിയമത്തിൻ്റെ കേസിൻ്റെ വഴികളിലൂടെ അല്ല നമ്മൾ പോകേണ്ടുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റൊരു സഭയാണ് എന്നുള്ള രീതിയിൽ അവരും കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സഭകളായി ആദരവോടുകൂടി പോകാമല്ലോ. പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനവും ഭാരതത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ച മിശിഹായിൽ നമ്മൾ ജനിപ്പിച്ച പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ ആദരിക്കുന്ന, അല്ലെങ്കിൽ സിംഹാസന ഭക്തരെന്ന നിലയിൽ ഒരു സഭ അങ്ങനെ നിലനിൽക്കുമ്പോൾ അതിന് പരിശുദ്ധ പാത്രീയർക്കീസ് ബാബാക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണെന്നുള്ള ഈ സഭയുടെ ഏത് കാലത്തെയും നിലപാടിനെ മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നൊമ്പരമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്നാനായ സമുദായത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ. അഗമാന സുറിയാനി സഭയുടെ സുന്നഹുദോസ് കൂടിയപ്പോൾ അതിൽ വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ഡിഗ്നിറ്റിക്ക് ഒരു കുറവ് സംഭവിക്കാത്ത രീതിയിൽ ആ സഭയ്ക്കകത്തുള്ളതായ പ്രശ്നങ്ങൾ അവർ 2 വിഭാഗവുമായി ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ ഈ സഭാ ശുശ്രൂഷയിൽ എനിക്ക് പരിശുദ്ധ പാത്രീയർക്കീസ് ബാവ കൽപ്പിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിക്കണമെന്നുള്ളത്. ആ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ളതായ മെത്രാപ്പോലിത്തന്മാർ ഒരുമിച്ചിരുന്നപ്പോഴും ചർച്ച ചെയ്ത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നുള്ള ആഹ്വാനമാണ് സുന്നഹദോസും എടുത്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ പാത്രീയർക്കീസ് ബാവ നാളിതുവരെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും പരിശുദ്ധ സുന്നഹദോസിൻ്റെ പൂർണ്ണമായ പിന്തുണയും അതിൻ്റെ അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ആ കൂടെ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്നാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭയില്ലല്ലോ. ആഞ്ഞിലിമുടി തൊമ്മൻ കത്തനാർ നേതൃത്വത്തിൽ കൂനംകുരിശ് സത്യം ചെയ്തതിന് മുമ്പ് തന്നെ 4-ാം നൂറ്റാണ്ടിൽ ക്നായി തോമായുടെ നേതൃത്വത്തിലാണല്ലോ ഈ സുറിയാനി പാരമ്പര്യവും പൈതൃകവും ആരാധനയും ഒക്കെ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള മർത്തോമാ നസ്രാണികൾ എന്നുള്ള നമുക്ക് സുറിയാനി സഭയുടെ പൈതൃകവുമായിട്ട് ചേർത്ത് വയ്ക്കുവാൻ 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഭാഗ്യമുണ്ടായതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലുള്ളത് ക്നാനായ സമുദായം. ആ സമുദായത്തിൻ്റെ കോടതി വിഭാവനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ പാത്രീയർക്കീസ് അതിൻ്റെ പരമമേലധ്യക്ഷനായിക്കൊണ്ട് തന്നെ അവിടെ വാഴിക്കപ്പെട്ടിരിക്കുന്ന സമുദായത്തിൻ്റെ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടുന്നതായ നിലകളിലുള്ളത് ആദരവൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയും അവിടെ വാഴിക്കപ്പെട്ട മറ്റ് മെത്രാപ്പോലിത്തന്മാർക്കും അവരുടേതായ മേഖലകളിലുള്ള പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ആ സമുദായത്തിൻ്റെ അസോസിയേഷൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതിൽ എഴുതി വച്ചിരിക്കുന്നതായ മാറ്റം വരാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ മാറ്റം വരാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ശാശ്വതമായ സമാധാനം നമ്മുടെ ക്നാനായ സമുദായത്തിനകത്തും ഉണ്ടാകണം. അങ്ങനെ പരിശുദ്ധ സിംഹാസനം കൂടുതൽ മഹത്വീകരിക്കപ്പെടുവാനും ഈ വരുന്ന നാളുകളിലുള്ളത് അവരുമായിട്ട് ചർച്ചകൾ കൂടുതൽ വഴിവെക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒത്തിരി ക്ഷീണിതനാണ്. ഞാൻ ഒച്ചയെടുത്തൊന്നും പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആവേശമൊക്കെ എവിടെ പോയി എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ആവേശം മുഴുവൻ മനസ്സിലുണ്ട്, അതൊട്ടും ചോർന്നു പോയിട്ടില്ല, അതെല്ലാ അർത്ഥത്തിലുമുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഈ ജനത്തോടൊപ്പം ഞാനും മുന്നിലുണ്ടാകും. പരിശുദ്ധ പുണ്യശ്ലോകനായ ബാബാ തിരുമേനി ജനത്തോടൊപ്പം ആവുന്നതുപോലെ എനിക്ക് ബാബാ തിരുമേനി ഒന്നും ആകാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. തോമസ് പ്രഥമൻ ബാബായപ്പോൾ ആകാൻ ഒരിക്കലും സാധിക്കുകയില്ല. തോമസ് പ്രഥമൻ ബാബായ്ക്ക് പകരക്കാരൻ തോമസ് പ്രഥമൻ ബാബ മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്കാകുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ സിംഹാസനം എന്നോട് ഏറ്റവും ഒടുവിലായിട്ട് പരിശുദ്ധ പ്രേം ദിദിയൻ പാത്രീയർക്കീസ് ബാവ തിരുമേനി കൽപ്പിച്ചെന്നോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എനിക്ക് ബലം നൽകിക്കൊണ്ടാണ് എന്നെ ഇവിടെ മലങ്കരയിലേക്ക് പറഞ്ഞയച്ചത്. ഇവിടെ തിരിച്ചു വരുമ്പോൾ പള്ളികളിൽ കയറുന്നതിന് തടസ്സങ്ങളുണ്ടാകുമോ, കോടതിയിൽ നിന്നും സ്റ്റേ വരുമോ എന്നൊക്കെ ബാവ തിരുമേനി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെ മുൻഗാമികൾ അതെല്ലാം ഒത്തിരി അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷേങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തകർക്കുവാനോ തോൽപ്പിക്കുവാനോ സാധിക്കുകയില്ല. ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കൊണ്ട് ഈ സഭാ ശുശ്രൂഷ ഒരു നല്ല ഇടയത്വത്തിൻ്റെ അനുഗ്രഹീതമായ ആ ശുശ്രൂഷയിലൂടെ കൂടുതൽ നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങളിൽ ഓരോരും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്നതായ ത്യാഗം, ഈ വിശ്വാസം സംരക്ഷിക്കുന്നതിന് നിങ്ങൾ എടുക്കുന്നതായ എഫേർട്സ്, പ്രാർത്ഥന, സമർപ്പണം, ഇതൊന്നും ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുക. പെരുമ്പാവൂർ പള്ളി നഷ്ടപ്പെട്ടപ്പോൾ അവിടെ മലങ്കര കത്തോലിക്ക സഭയുടെ ദേവാലയമാണ് നമുക്ക് ആരാധനയ്ക്കായി തുറന്നു തന്നത്. മാർത്തോമാ സഭയിലെ മെത്രാപ്പോലിത്തന്മാരും അതുപോലെ കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ സെമിത്തേരികൾ, ഞങ്ങളുടെ ദേവാലയങ്ങൾ നിങ്ങൾക്കായി തുറന്നു തരുമെന്ന് പറയാൻ
പറയാനുള്ള മനസ്സുള്ള ഒരു ക്രൈസ്തവ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ സഹോദരങ്ങൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആരെയും നോവിച്ചുകൊണ്ട് ഒരു പ്രസംഗവും നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും സ്നേഹം മാത്രമാണുള്ളത്. ഈ നോയമ്പ് കാലം നമ്മൾ ക്രൂശിൻ്റെ വഴികളിലൂടെ നടങ്ങുവാൻ ഒരുങ്ങുകയാണല്ലോ. കഷ്ടപ്പാടും പ്രയാസവും ത്യാഗവും സഹിച്ചുകൊണ്ട് ഈ സഭാ നവകയെ മുന്നോട്ട് നയിക്കുമ്പോൾ എനിക്കറിയാം നമ്മുടെ കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കൃപയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് അവിടുന്ന് തന്നത് മാത്രമാണ് എനിക്കുള്ളത് എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി മരണം വരെയും മരിക്കേണ്ടി വന്നാൽ കൂടിയും ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, ഈ പരിശുദ്ധ സിംഹാസനത്തിന് വേണ്ടി, ഈ സഭയുടെ സത്യവിശ്വാസത്തിന് വേണ്ടി മരണം വരെയും പോരാടുവാൻ, ജനത്തിനൊപ്പം നിൽക്കുവാൻ, ജനത്തിൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുവാൻ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായി തന്നെയാണ് ഈ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നുമുണ്ടാകണം. അഭിവന്ദ്യരായ പിതാക്കന്മാർ കൂടെ നിന്ന് പ്രോത്സാഹനം തരുമ്പോഴാണ്, ഇടത്തും വലത്തും നിന്ന് എന്നെ ബലപ്പെടുത്തുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. അത്രമേൽ സ്നേഹമാണ്, കരുതലാണ് അഭിവന്ദ്യരായ പിതാക്കന്മാർ. പ്രത്യേകിച്ചും വലിയ തിരുമേനി ആയ സെവറിയോസ് തിരുമേനി മുതൽക്ക്, അതുപോലെ തന്നെ സുന്നഹദോസ് സെക്രട്ടറി തിമോത്തിയോസ് തിരുമേനി തുടങ്ങി എല്ലാ തിരുമേനിമാരും അങ്ങനെയാണ് ബലഹീനനായ എന്നോട് ഈ ശുശ്രൂഷയിൽ എന്നെ ഉയർത്തിക്കാണുവാനും ഉയർത്തിക്കാട്ടുവാനും എനിക്ക് വേണ്ടി നിലകൊള്ളുവാനും എല്ലാ പിതാക്കന്മാർക്കും സാധിച്ചു എന്നുള്ളതിൽ അഭിമന്യ പിതാക്കന്മാരോട് എല്ലാമുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയത്ത് അവരോടുള്ള വിശ്വാസവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ഈ പരിശുദ്ധ സഭയുടെ സമരികളാണ് ഈ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. 2 പ്രാവശ്യം പരിശുദ്ധ സഭയുടെ അസോസിയേഷൻ കൂടി മലങ്കര മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയായി തിരഞ്ഞു. അതിനുശേഷം പരിശുദ്ധ പത്രീക എഴുന്നള്ളി വന്ന് മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതെല്ലാം സഭയ്ക്ക് പുത്തനായ ഉണർവുകൾ നൽകിയ സന്ദർഭങ്ങളായിരുന്നു. ഈ കൂടിവരവ്, ഈ സ്ഥാനാഭിഷേക കർമ്മം, ഈ ഇൻസ്റ്റലേഷൻ, ഇതെല്ലാം സഭയ്ക്ക് മഹത്വമുണ്ടാകുന്ന സന്ദർഭങ്ങൾ മാത്രമാണ്. ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല, എന്നെയല്ല, എന്നിലൂടെ സഭയെയാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പരിശുദ്ധ സിംഹാസനത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ നൽവരം, ഈ ഇടയത്തെ ശുശ്രൂഷ നൽകിയിരിക്കുന്ന നൽവരം, അതിനെയാണ് നിങ്ങൾ ആദരിക്കുന്നത്. പരിശുദ്ധ സഭയോടുള്ള സ്നേഹമാണ്, കടപ്പാടാണ് നിങ്ങളെ എന്നോട് കൂടുതൽ അടുപ്പിച്ച് ചേർത്ത് നിർത്തുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ കൈക്കുഞ്ഞുങ്ങൾ മുതൽ എത്രയോ ആളുകളാണ് എന്നിവിടെ വരവേൽക്കുവാനും ഈ അനുഗ്രഹീത കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാനും എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹം വാക്കുകളിൽ പറഞ്ഞറിയിക്കുവാൻ ഞാൻ അതിന് അയോഗ്യനാണ്, അതിന് ഞാൻ യോഗ്യനല്ല. അത്രമാത്രം സ്നേഹമാണ് ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ കരുതലോടുകൂടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൽ, ആ കരുതലിൽ, ആ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നമ്മുടെ സഭയിൽ മാത്രമല്ല, ഇതര സഭകൾ മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിലെ അനേകം ആളുകളും അവിടെ നമ്മുടെ ലബനോനിലെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി, ഇസ്ലാം സമുദായത്തിലെ സഹോദരങ്ങൾ അവിടെ ആ കർമ്മങ്ങൾക്ക് സാക്ഷിയാകുവാൻ വളരെ ദൂരദേശം സഞ്ചരിച്ച യാത്രയായി ക്ലമീസ് ബാവായോടും മർത്തോമാ സഭയിലെ സഫർഗൻ മെത്രാപ്പൊലീത്ത ബർണബാസ് തിരുമേനിയോടും എത്രമാത്രം കടപ്പാടാണ് ഈ സഭയ്ക്കുള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, സുറിയാനി സഭയുടെ, അന്ത്യോക്യൻ സഭയുടെ പാരമ്പര്യമുള്ള സഭകളാണ് മലങ്കര കത്തോലിക്ക സഭയും, അതുപോലെ തന്നെ സീറോ മലബാർ സഭയും, അതുപോലെ തന്നെ മലങ്കര മാർത്തോമാ സഭയും തുടങ്ങി, അതുപോലെ തന്നെ സിറിയൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചും, അതുപോലെ തന്നെ കൽദായ സഭയും ഒക്കെ സുറിയാനി സഭയുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന സഭകളാണ്. ഈ സുറിയാനി സഭയുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന സഭകളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ സ്വരത്തിൽ, ഒരു മേശയിൽ നിന്ന്, ഒരേ ചാലിസ്, ഒരേ കാസായിൽ നിന്ന് കർത്താവിൻ്റെ ശരീരരക്തംശികളാകേണ്ടുന്നതായ കാലത്തിലേക്ക് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നുകൂടി ഈ സമയത്ത് ഓർക്കട്ടെ. അങ്ങനെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും ഒക്കെ പഴയ കാലത്തുണ്ടായ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട്, മിസ്ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടൊക്കെ ഉണ്ടായതായ അകൽച്ചയും അതുപോലെ തന്നെയുള്ളതായ വേർപിരിയലുമൊക്കെ മാറി കർത്താവിൽ ഒന്നായി തീരുവാനുള്ളതായ, കർത്താവിൻ്റെ കൃപയിൽ ഒരുപോലെ ഒരു മേശയിൽ ഒരുമിച്ച് വിശുദ്ധ അപ്പം
ബ്രേക്ക് ചെയ്യുവാനും മുറിക്കുവാനും വിശുദ്ധ കാസ ഉയർത്തുവാനും അത് ഒരുമിച്ച് പങ്കിടുവാനുള്ള നാളുകൾ അനധിവിദൂരമായിരിക്കില്ല എന്ന് പരിശുദ്ധ പത്രിക സഭായുടെ ഓരോ പ്രഭാഷണങ്ങളിൽ നിന്നും പ്രബോധനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിക്ക് വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കേണ്ടുന്നത് ക്രൈസ്തവ ലോകത്തിന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും സമൃദ്ധിക്കും അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറായിട്ട് നിലനിൽക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിന് സ്വർഗത്തിലെ ദൈവം ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റ് കൺട്രികൾ, ഇറാഖിലും സിറിയയിലും ലബനോനിലും അതുപോലെ തന്നെ പാലസ്തീനിലും ഒക്കെ ഉള്ളതായ സാഹചര്യങ്ങൾ വളരെ ദോഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളാണ് അവിടെ കഷ്ടത അനുഭവിക്കുന്നത് എന്നുള്ളത് വാക്കുകളിൽ പറഞ്ഞറിയിക്കുക സാധ്യമല്ല. സിറിയയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയുകയില്ല. ആ രാജ്യത്തെ എല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. സമാധാനവും സ്വസ്ഥതയും സ്റ്റെബിലിറ്റിയും എല്ലായിടത്തും ഉണ്ടാകുവാനായി ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ എല്ലാ അർത്ഥത്തിലും ഫലപ്രദമായി ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമുക്കും സഭയായി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് സമൂഹത്തെ വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ സമൂലമായ സമുദ്ധാരണത്തിൽ നമുക്കും പങ്കുചേരാനായിട്ട് സാധിക്കണം. വ്യവഹാരത്തിന് വേണ്ടി കോടികൾ വർഷങ്ങളായി മുടക്കുന്ന നമ്മൾക്ക് ആ പണമെല്ലാം സമൂഹത്തിൻ്റെ സമൂലമായ നന്മയ്ക്കും അതിൻ്റെ എല്ലാവിധത്തിലുള്ള സൃഷ്ടിപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കേണ്ടുന്നതാണ്. ഈ തിരക്കിനിടയിലും ഈ പ്രശ്നങ്ങളുടെ ഇടയിലും നമ്മുടെ അഭിവന്ദരായ തിരുമേനിമാർ സാമൂഹ്യ പ്രതിബദ്ധതയുടെ എന്തെല്ലാം ശുശ്രൂഷകളാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന അഭിവന്യ പിതാക്കന്മാരോടൊപ്പം അവരിൽ ഒരുവനായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഓർക്കുന്നു. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉണ്ടാകുന്നതായ ദുരന്തങ്ങൾ നമുക്കറിയാം. മനുഷ്യനുണ്ടാക്കുന്നതായ ദുരന്തങ്ങളുണ്ട്. ഇവിടെയെല്ലാം പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെ വിക്ടിംസായി പോകുന്നത്. അവിടെ മതമില്ല, അവിടെ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ മതമില്ലാത്തവരെന്നോ ഹിന്ദു എന്നുള്ള വേർതിരിവൊന്നുമില്ല. കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ രക്തത്തിൻ്റെ നിറം ചുമപ്പാണ് എങ്കിൽ നമ്മുടെ സഹജീവികൾ എല്ലാവരുടെയും രക്തത്തിൻ്റെ നിറം ചുമപ്പ് തന്നെയാണ്. പ്രിയമുള്ളവർ, നല്ല മനുഷ്യനാകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നല്ല ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? എല്ലാവർക്കും നല്ല മനുഷ്യരാകുവാനുള്ളതായ നല്ല മനുഷ്യനായി പ്രവർത്തിക്കുവാനുള്ളതായ അനുഭവസത്തയുള്ള ഒരു സമൂഹം വളരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കലാപങ്ങളാണ് നടക്കുന്നത്. ലോകത്ത് എവിടെ നോക്കിയാലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. യുദ്ധത്തിൻ്റെ കെടുതികളാണ് എല്ലായിടത്തും. എത്രയോ പേരാണ് യുക്രൈൻ യുദ്ധത്തിൽ, എത്രയോ പേരാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനൊക്കെ ഒരു അറുതി വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, സമാനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രാജ്യത്തെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ലോകത്ത് മുഴുവനും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹം അനുസ്യൂതം എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുവാനായി എളിയ ശുശ്രൂഷകൾ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് വിനയത്തോടുകൂടി ഈ സമയത്ത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മ്യാൻമറിലുണ്ടായ പ്രകമ്പനം കൊള്ളിച്ച ഭൂകമ്പത്തിൻ്റെ അലയടികൾ ബാങ്കോക്കിൽ അടക്കമുള്ള അടുത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിലാളനയിൽ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരാകുവാൻ വേണ്ടി നമ്മൾ മുൻപോട്ട് പോകണം. ഒരു ദിവസമെങ്കിലും നന്നായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥനയ്ക്കണമെന്ന് ചോദിച്ചു നോക്കിയാൽ നമുക്ക് നമ്മോട് പറയാനായിട്ട് സാധിക്കും, ഞാൻ ജീവിക്കുന്നത് ശരിയായ നല്ലൊരു മനുഷ്യനായിട്ടല്ല എന്ന് നമുക്ക് നമ്മോട് പറയാനായിട്ട് സാധിക്കും. കേരള ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ടാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ രാസലഹരിയുടെയും ഒക്കെ വളരെ വ്യാപകമായ ഉപയോഗമാണെന്ന് കണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ അന്ന് ഇത് വളരെ പെരുകി വരുന്നു എന്ന ആശങ്കയോടുകൂടിയാണ് കേരള ജനത പ്രത്യേകമായിട്ട്. കേരളത്തിൽ മാത്രമുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിങ്ങോട്ട് എത്രമാത്രം ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സഭാതലത്തിൽ സഭാപിതാക്കന്മാർക്ക് നമ്മുടെ ഓരോ ഓർഗനൈസേഷനുമൊക്കെ ഇതൊക്കെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇതിനൊക്കെതിരെ പോരാടുവാനായിട്ട് സാധിക്കണം. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരുവാൻ ഞാനും എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാവും. അവിടെ മതത്തിൻ്റെ വേർതിരിവുകളൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പോരാടുവാനായിട്ട് സാധിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവിടെ മലയോര കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടിയന്തര സ്വഭാവത്തോടുകൂടി ഇതിന് ശാശ്വതമായ പരിഹാരം വരുത്തി തീർക്കുവാനായിട്ട് കഴിയേണ്ടുന്നത്
ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമോ. ഒരു ദിവസം പോലും അങ്ങനെയുള്ള ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഒരു വാർത്തയെങ്കിലും ഇല്ലാത്തൊരു ദിവസം പോലും നമ്മുടെ മുന്നിൽ നിന്നും കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ സ്നേഹമുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാകണം. വേദനിക്കുന്നവന് അവൻ്റെ അടുക്ക് ജ്ഞാനമുണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കണം. കരുതലും കാവലും കരുണയുമുള്ള ഹൃദയമുള്ളവരായി, മനസ്സുള്ളവരായി, സ്നേഹമുള്ളവരായി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. ആ കരുണയും കരുതലും കാവലുമുള്ളവരായി, ലോകത്തിൻ്റെ വെളിച്ചമായി, ഭൂമിക്കുപ്പായി നമുക്ക് നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഒത്തിരി അഭയപ്പെടുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് എന്നെ നടത്തുന്നതും എന്നെ നിലനിർത്തുന്നതും. ഈ സ്ഥാനത്തിനൊക്കെ ഞാൻ യോഗ്യനാണോ എന്നൊന്നും എനിക്കും ഇപ്പോഴും വലിയ ബോധ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ദാനമായി തന്നിട്ടുള്ളതാണ്. എല്ലാം ദാനമാണ്. അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. തുടർന്നും ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം അതിന് എന്ന് കൊള്ളാവുന്നവനല്ല എന്ന് ഈ ജനം എന്ന് പറയുന്നു, അന്ന് ഞാൻ പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കില്ല. ഞാൻ ആ സ്ഥാനത്തുണ്ടാവില്ല. അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ സഭയെ അപകീർത്തിപ്പെടുത്തരുത്. സഭാഗാത്രത്തെ നോവിക്കരുത്. അഭിപ്രായങ്ങൾ, വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത്. ലിറ്റിഗേഷൻ കമ്മിറ്റിയുണ്ട്. സഭാ ഭാരവാഹികൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടെന്ന് നിങ്ങളും മനസ്സിലാക്കണം. എന്നിരുന്നാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഈ പരിമിതികളെല്ലാം നിഷ്പ്രഭമാക്കി കളയുവാനായിട്ട് എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ വീണ്ടും ആദ്യമേ പറഞ്ഞതിലേക്ക് തിരികെ വരട്ടെ. മറുവിഭാഗവുമായി പോരടിക്കുവാൻ, വഴക്കടിക്കുവാൻ, നിയമപോരാട്ടം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനമുണ്ടാകണം. സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാവണം. നമുക്ക് സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, പരസ്പരം ബഹുമാനിക്കാം, പരസ്പരം സ്വീകരിക്കാം, പരസ്പരം ആദരവോടുകൂടി. എത്രയോ വർഷങ്ങളാണ് നമ്മുടെ ദൈവാലയങ്ങൾ രണ്ട് വിഭാഗവും ഒരു മൈനോറിറ്റി ആണെങ്കിൽ കൂടിയും പങ്കുവെച്ചിട്ടുള്ളത്. ഇന്നും ചെങ്ങന്നൂർ ഒരു ദൈവാലയം മാർത്തോമാ സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും പങ്കുവെക്കുന്നുണ്ടല്ലോ. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. മലബാർ ഭദ്രാസനം ഒരു അനുഗ്രഹീത സാക്ഷ്യമായി നമുക്ക് മുന്നിൽ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനത്തിലേക്കുള്ള യാത്ര, അസമാധാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടയ്ക്കുള്ളത് ആ ഡിസ്റ്റൻസ്, ആ ദൂരം, അത് കുറഞ്ഞു വരാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. വ്യവഹാരത്തിൻ്റെ വഴികളിലൂടെ പോവുകയല്ല വേണ്ടത്. എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്നവരാരും വ്യവഹാരത്തിന് പോയില്ല എന്ന് മറുവിഭാഗത്തെ കത്തോലിക്ക ബാവ തിരുമേനി ചാനലിലൂടെ പ്രഖ്യാപിക്കുന്നത് കേട്ടു. സന്തോഷം. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ സമാധാന അന്തരീക്ഷം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ ക്രമീകരണം ഇത്രയും അനുഗ്രഹകരമായി നിറവേറ്റുന്നതിൽ സഭാ ഭാരവാഹികൾ എത്രമാത്രം അവർ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും അതുപോലെ തന്നെ അഭിനന്ദനവും അർഹിക്കുന്നുണ്ട് എന്നുള്ളത് വാക്കുകളിൽ അറിയിക്കുക അസാധ്യമാണ്. ബാബ തിരുമേനിയുടെ ഓർമ്മ തിങ്ങി നിൽക്കുന്ന ഒരിടമാണ്. അദ്ദേഹത്തിലൂടെ ഉണ്ടായത് മാത്രമാണ് നമുക്കിന്ന് കാണുവാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാബ തിരുമേനിയുടെ ആത്മാവ് സ്വർഗത്തിൽ സന്തോഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറിങ്കിൽ ധൂപം വെച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ഈ സഭാ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ പുണ്യപ്പെട്ട പിതാക്കന്മാരും പരിശുദ്ധന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. എൻ്റെ ബലഹീനത എനിക്ക് ബലം നൽകുന്നതിനായിട്ട്, എൻ്റെ ബലഹീനത ശക്തിപ്പെടുത്തുന്നതിനായിട്ട്, ഈ ജനത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ അവരോടൊപ്പം നിൽക്കുവാനായിട്ടുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ക്രമീകരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഇത് അനുഗ്രഹകരമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഔദ്യോഗികമായി അവരുടെ ഡെലിഗേഷനെ വിട്ട് നമ്മുടെ ഈ പട്ടംകൊട കർമ്മം കത്തോലിക്ക സ്ഥാനാഭിഷേകം അനുഗ്രഹകരമാക്കി തീർത്തതിൽ
ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോടുമുള്ളതായ പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കുന്നു. കേരള ഗവർണർ ഈ പ്രോഗ്രാമിന് വരാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ കേരളത്തിലെ, ഇന്ത്യയിലെ ഗവർണർമാർ എല്ലാവരെയും വിളിച്ച് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കാതെ പോയതെന്നുള്ളത് അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ളതായ ആദരവും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയുധത്തമ്പുരാനെപ്പറ്റ അമ്മയുടെയും സ്ലേഹിന്മാർ തലവനായ പത്രോസ് അപ്പോസ്തലന്റെയും ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ കാവൽ പിതാവായ അഥാനാസിസ് വലിയ തിരുമേനിയുടെയും വിലയേറിയ മധ്യസ്ഥത പ്രാർത്ഥനയാൽ തന്നെ